ക്യൂബ ആക്ച്വലി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതെന്ന് പല ആളുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ക്യൂബ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നുള്ളത് ഫിനിഷിംഗ് പ്രോഗ്രാം എന്ന് പറയും. ലൈക്ക് ഞങ്ങൾ ലാസ്റ്റ് ടൈം അല്ല കേട്ടോ, ഈ ഇയർ കോവൻട്രി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻക്യുബേഷനോട് പോകുന്ന സമയത്ത് അവർ പല രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് എക്സാക്ട്ലി ക്യൂബ ഡൂയിങ്, അല്ലെങ്കിൽ എന്താണ് ക്യൂബ ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് UK വന്നു എന്നുള്ളത് ആക്ച്വലി കറക്റ്റ് ആണ്. പക്ഷെങ്കിൽ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ആളുകളും ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റത്തില്ല. പല ആളുകളും വരുന്നു, കംപ്ലീറ്റ്ലി പാർട്ട് ടൈമിന്റെ പിന്നാലെ പോകുന്നു, ലോൺ അടവിന്റെ പിന്നാലെ പോകുന്നു. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അക്കാഡമിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്. അതിന്റെ റിയാലിറ്റി എന്താ അറിയാവോ, വളരെ ചുരുക്കം സ്റ്റുഡൻസ് ആണ് നല്ലൊരു ക്യാമ്പസിൽ വന്ന് പഠിച്ചുള്ളത്, നല്ലൊരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തുള്ളത്. പല ആളുകളും ഇവിടെ വരാനുള്ള പർപ്പസിന് വേണ്ടി ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ എടുത്തത് എന്നുള്ളത് മാത്രമേ റീസൺ ആയിട്ടുള്ളൂ. ഇത്ര ആളുകൾ പഠിച്ചതിന് ശേഷം ഒരു ജോബിലോട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കരിയറിലോട്ട് ബിൽഡ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഇത്തരം സിലബസ് അനുസരിച്ചല്ല ഒരു കമ്പനി ഒരാളെ ഹയർ ചെയ്യുന്ന പറയുന്നത് കഴിഞ്ഞത്. ഒരു പ്ലെന്റി ഓഫ് റീസൺസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു കാര്യത്തെ ആ ഒരു കോളേജിൽ നിന്നും കോർപ്പറേറ്റിലോട്ട് പോകുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അവർ പ്രിപ്പയർ ആവേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഫ്രം ദ സ്ക്രാച്ച് മുതൽ അവർ ആ കൺട്രിയിലെ ഒരു കമ്പനിക്ക് വേണ്ടതുപോലെ അവരെ മാറ്റിയെടുക്കേണ്ട ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോസസ് ആണ് ശരിക്കും ക്യൂബ പ്രൊവൈഡ് ചെയ്യുന്നത്.